Trivandrum PSCയുടെ പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. Trivandrum PSCയുടെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് അങ്ങോട്ട് എത്തേ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഇനി ഈ മാസം 2018 എന്നൊക്കെ പറയുന്നത് ഒരുപാട് PSC പരീക്ഷകളും ഒപ്പം നിയമനങ്ങളുടെയും വർഷമാണിത്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയം ആശംസിക്കുന്നു. ഒപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കുറച്ചധികം ചോദ്യോത്തരങ്ങളാണ്. നമുക്ക് ഈ വരുന്ന എല്ലാ എക്സാംസിലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 2018 മാർച്ചിൽ ആരംഭിക്കുന്ന ഗ്ലോബൽ ഡിജിറ്റൽ സമ്മിറ്റ് #ഫ്യൂച്ചറിന്റെ വേദി എവിടെയാണ്? ഉത്തരം കൊച്ചി. കൊച്ചിയിലാണ് 2018 മാർച്ചിൽ ആരംഭിക്കുന്ന ഗ്ലോബൽ ഡിജിറ്റൽ സമ്മിറ്റായ #ഫ്യൂച്ചറിന്റെ വേദി. 2017 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം കെ സച്ചിദാനന്ദൻ. കെ സച്ചിദാനന്ദനാണ് 2017 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. 2017 മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം ഡേവിഡ് ഗ്രോസ്മാൻ. ഡേവിഡ് ഗ്രോസ്മാൻ ആണ് 2017 മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് പുരസ്കാരം നേടിയത്. 2017 അവസാനം തെക്കൻ കേരളത്തിലും തമിഴ്നാട്ടിലും ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ് ഏതാണ്? ഉത്തരം ഓഖിയാണ്. നമ്മളെല്ലാവരും ഒരേപോലെ വിഷമിച്ച ചുഴലിക്കാറ്റാണ് ഓഖി. 2017 ലോക സുന്ദരി പട്ടം നേടിയത് ആരാണ്? ഉത്തരം മാനുഷി ചില്ലർ. സിംബാബ്വേയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? ഉത്തരം എമേഴ്സൺ എം നാൻഗാഗ്. എമേഴ്സൺ എം നാൻഗാഗ് ആണ് സിംബാബ്വേയുടെ പുതിയ പ്രസിഡന്റ്. 2017 ഓഗസ്റ്റ് 28 സ്ഥാനമേറ്റ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഉത്തരം ദീപക് മിശ്ര. ദീപക് മിശ്രയാണ് 2017 ഓഗസ്റ്റ് 28 സ്ഥാനമേറ്റ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. 2017 ഓഗസ്റ്റ് 27 നടന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് PV സിന്ധു. PV സിന്ധുവാണ് 2017 ഓഗസ്റ്റ് 27 നടന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം. ഇന്ത്യയിൽ GST നടപ്പിലാക്കിയത് എന്ന്? 2017 ജൂലൈ 1. ശ്രദ്ധിക്കുക, 2017 ജൂലൈ 1 ഇന്ത്യയിൽ GST നടപ്പിലാക്കിയത്. സ്വതന്ത്ര ഇന്ത്യയുടെ 14ാമത്തെ രാഷ്ട്രപതിയാണ് രാംനാഥ് കോവിന്ദ്. രാംനാഥ് കോവിന്ദാണ് സ്വതന്ത്ര ഇന്ത്യയുടെ 14ാമത്തെ രാഷ്ട്രപതി. ഇന്ത്യൻ ഉപരാഷ്ട്രപതി ആരാണ്? ഉത്തരം വെങ്കയ്യ നായിഡു. വെങ്കയ്യ നായിഡുവാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ പുതിയ അറ്റോർണി ജനറൽ ആരാണ്? KK വേണുഗോപാൽ. ഇന്ത്യയുടെ പുതിയ അറ്റോർണി ജനറൽ ആണ് KK വേണുഗോപാൽ. 2017 വിംബിൾഡൺ പുരുഷ ചാമ്പ്യൻ ആരാണ്? ഉത്തരം റോജർ ഫെഡറർ. എന്താണ്? റോജർ ഫെഡറർ. റോജർ ഫെഡറർ ആണ് 2017 വിംബിൾഡൺ പുരുഷ ചാമ്പ്യൻ. 2017 വിംബിൾഡൺ വനിതാ ചാമ്പ്യൻ ആരാണ്? ഉത്തരം ഗാർബൈൻ മുഗുരുസ്. ഗാർബൈൻ മുഗുരുസ്. ഗാർബൈൻ മുഗുരുസ് ആണ് 2017 വിംബിൾഡൺ വനിതാ ചാമ്പ്യൻ. ഫ്രാൻസിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ഗാർബൈൻ മുഗുരുസ്. ഗാർബൈൻ മുഗുരുസ് ആണ് ഫ്രാൻസിന്റെ പുതിയ പ്രസിഡന്റ്. പ്രഥമ ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം സുഗതകുമാരിയാണ്. സമഗ്ര സംഭാവനയ്ക്കാണ് പ്രഥമ ONV സാഹിത്യ പുരസ്കാരം സുഗതകുമാരിക്ക് ലഭിച്ചത്.
പ്രഥമ ONV യുവസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കെല്ലാമാണ്? ഉത്തരം ആര്യ ഗോപി, അവസാനത്തെ മനുഷ്യനാണ് കിട്ടിയത്. സുമേഷ് കൃഷ്ണന് രുദ്രാക്ഷത്തിനാണ്. അപ്പോൾ പ്രഥമ ONVയുടെ യുവസാഹിത്യ പുരസ്കാരം ലഭിച്ചത് 2 പേർക്കാണ്, ആര്യ ഗോപിക്കും സുമേഷ് കൃഷ്ണനും. ആര്യ ഗോപിക്ക് അവസാനത്തെ മനുഷ്യനും സുമേഷ് കൃഷ്ണന് രുദ്രാക്ഷത്തിനുമാണ് ലഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ബാങ്കിംഗ് മ്യൂസിയം തുറന്നത് എവിടെയാണ്? ഉത്തരം കവടിയാറാണ്, തിരുവനന്തപുരത്ത്. ഫുട് പ്രിന്റ്സ് എന്നാണ് പേര്. തൊഴിൽ വകുപ്പിന്റെ സഹായത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കിയ നിയമന യജ്ഞം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം നിയുക്തി 2016. നിയുക്തി 2016 തൊഴിൽ വകുപ്പിന്റെ സഹായത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കിയ നിയമന യജ്ഞമാണ് നിയുക്തി 2016. കേരളത്തിലെ വനിതാ വികസന കോർപ്പറേഷന്റെ അധ്യക്ഷ ആരാണ്? ഉത്തരം KS സലീഖ. കേരളത്തിലെ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനം മറ്റൊരു സംസ്ഥാനവും ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏതാണ് ആ സംസ്ഥാനം? ഉത്തരം കർണാടകയാണ്. കർണാടകയാണ് കേരളത്തിലെ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ പാടം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം വയനാട്ടിലെ ബാണാസുരസാഗർ അണക്കെട്ടിലാണ്. വയനാട്ടിലെ ബാണാസുരസാഗർ അണക്കെട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ പാടം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. 2017 ഫെബ്രുവരി 16 അധികാരമേറ്റ തമിഴ്നാട് മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം എടപ്പാടി കെ പഴനിസ്വാമി. എടപ്പാടി കെ പഴനിസ്വാമിയാണ് 2017 ഫെബ്രുവരി 16 അധികാരമേറ്റ തമിഴ്നാട് മുഖ്യമന്ത്രി. 104 ഉപഗ്രഹങ്ങളെ ഒന്നിച്ച് ബഹിരാകാശത്തേക്ക് എത്തിച്ച ഇന്ത്യ ഉപഗ്രഹ വിക്ഷേപണ ചരിത്രത്തിൽ റെക്കോർഡിട്ടത് എന്നാണ്? 2017 ഫെബ്രുവരി 15. 2017 ഫെബ്രുവരി 15 104 ഉപഗ്രഹങ്ങളെ ഒന്നിച്ച് ബഹിരാകാശത്തേക്ക് എത്തിച്ച ഇന്ത്യ ഉപഗ്രഹ വിക്ഷേപണത്തിന് ചരിത്ര റെക്കോർഡ് ഇട്ടത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ മലയാളി ആരാണ്? ഉത്തരം കരുൺ നായരാണ്. ചെന്നൈ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ 2017 ജനുവരിയിലാണ് അദ്ദേഹം ട്രിപ്പിൾ സെഞ്ചുറി നേടിയത്. 2017 പത്മവിഭൂഷൺ ലഭിച്ചത് ആർക്കെല്ലാമാണ്? ഉത്തരം യേശുദാസ്, ഡോക്ടർ മുരളി മനോഹർ ജോഷി, ശരത് പവാർ, PA സാങ്മ, സുന്ദർലാൽ പട്വ, ആത്മീയാചാര്യർ സദ്ഗുരു ജഗ്ഗി വാസുദേവ്, ശാസ്ത്രജ്ഞൻ ഉടുപ്പി രാമചന്ദ്ര റാവു. അപ്പോൾ ഇത്രയും പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. ആർക്കെല്ലാമാണ്? യേശുദാസ്, ഡോക്ടർ മുരളി മനോഹർ ജോഷി, PA സാങ്മ, സുന്ദർലാൽ പട്വ, ആത്മീയ ആചാര്യർ സദ്ഗുരു ജഗ്ഗി വാസുദേവ്, ശാസ്ത്രജ്ഞൻ ഉടുപ്പി രാമചന്ദ്ര റാവു. 2017 പത്മശ്രീ ലഭിച്ച മലയാളികളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അക്കിത്തം B പൊന്നമ്മാൾ, മീനാക്ഷിയമ്മ, ഗുരുചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, PR ശ്രീജേഷ്. 2017 റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥി ആരായിരുന്നു? ഉത്തരം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാദി അൽ നഹ്യാൻ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാദി അൽ നഹ്യാനാണ് 2017 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി. മനുഷ്യ ശരീരത്തിൽ പുതുതായി കണ്ടെത്തിയ അവയവമാണ് മെസെൻഡറി. എന്താണ്? മെസെൻഡറി. മെസെൻഡറിയാണ് മനുഷ്യ ശരീരത്തിൽ പുതുതായി കണ്ടെത്തിയ അവയവം. മെസെൻഡറി ഏകീകൃത ഘടനയുള്ള അവയവമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? ഉത്തരം അയർലൻഡിലെ ലിമറിക് സർവകലാശാല പ്രൊഫസർ കാൽവിൻ കോഫിയും സംഘവും. ആരാണ്? അയർലൻഡിലെ ലിമറിക് സർവകലാശാല പ്രൊഫസറായ കാൽവിൻ കോഫിയും സംഘവുമാണ് മെസെൻഡറി. എന്താണ് മെസെൻഡറിയുടെ പ്രത്യേകത? മനുഷ്യ ശരീരത്തിൽ പുതുതായി കണ്ടെത്തിയ ഒരു അവയവമാണ്. മെസെൻഡറി ഏകീകൃത ഘടനയുള്ള അവയവമാണെന്നാണ് കണ്ടെത്തിയത്. മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളുടെ ആകെ എണ്ണം 79 G8 രാജ്യങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാജ്യമാണ് റഷ്യ. കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം കാസർഗോഡാണ്. GST ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ്?
2016 സെപ്റ്റംബർ 8. അപ്പോൾ 2016 സെപ്റ്റംബർ 8-നാണ് GST ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത്. ഓക്കെ, നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു ഒട്ടനേകം 2016, 17, 18 ഈ കാലയളവിലുള്ള കറണ്ട് അഫയേഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. തീർച്ചയായിട്ടും വരുന്ന ഒരുപാട് എക്സാംസിൽ നമുക്ക് തീർച്ചയായിട്ടും 100% നമുക്ക് ഈ ചോദ്യോത്തരങ്ങളെല്ലാം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ കുറച്ചൊക്കെ കഴിഞ്ഞു പോയ എക്സാംസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ തുടർന്നും ഞങ്ങളുടെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം പുതിയ എപ്പിസോഡുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. Till then, bye bye and thank you for watching my channel.